തിരുവനന്തപുരത്ത് വിവാഹ തട്ടിപ്പിന് അറസ്റ്റിലായ യുവതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത്. എറണാകുളം ഉദയംപേരൂർ മണക്കുന്നം ഇല്ലത്ത് പറമ്പിൽ രേഷ്മ തന്റെ ഭർത്താക്കന്മാരുടെ വീട്ടുകാരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ട്. ബീഹാറിൽ സ്കൂൾ അധ്യാപിക ആണെന്ന് യുവതി എല്ലാ ഭർത്താക്കന്മാരുടെയും വീട്ടുകാരെ വിശ്വസിപ്പിച്ചിരുന്നത്. ജോലിക്കായി ബീഹാറിൽ പോകുന്നു എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ നിന്നിറങ്ങുന്ന രേഷ്മ നേരെ പോകുന്നത് അടുത്ത വിവാഹത്തിന് മണവാട്ടി ആകാനാണ്. അടുത്ത ഭർത്താവിനെ സ്വീകരിച്ചാലും യുവതി പഴയ ഭർത്താക്കന്മാരുടെ വീട്ടുകാരുടെ ബന്ധം ഉപേക്ഷിച്ചിരുന്നില്ല അത്രേ. ഫോണിലൂടെ തന്റെ എല്ലാ ഭർത്താക്കന്മാരെയും വീട്ടുകാരുമായി രേഷ്മ ബന്ധം പുലർത്തിയിരുന്നു. മിക്ക ദിവസങ്ങളിലും കൃത്യസമയം വച്ചാണ് രേഷ്മ ഭർത്തൃവീട്ടിലേക്ക് ഫോൺ വിളിച്ചിരുന്നത്. അതേസമയം രേഷ്മയ്ക്കെതിരെ ഇതുവരെ മറ്റാരും പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ല. രേഷ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിവാഹം തട്ടിപ്പിന് ഇരയായവരാരെപ്പറ്റിയും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ആര്യനാട് പോലീസ്. 2014 ആദ്യ വിവാഹം ചെയ്തത് എറണാകുളം സ്വദേശി മുതൽ തൊടുപുഴ, കോട്ടയം, കൊട്ടാരക്കര, വാളകം, വൈക്കം, കൊല്ലം, തിരുവനന്തപുരം, തിരുമല, ആര്യനാട് എന്നിവിടങ്ങളിലാണ് കബളിക്കപ്പെട്ടവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത്. കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടായിരിക്കും എന്നും പരിശോധിക്കും. ഇത്രയും പേരെ രേഷ്മ ഒരേ സമയം വിവാഹത്തിൽ കുരുക്കി തട്ടിപ്പ് നടത്തിയത് എന്തിനെന്ന ആശയക്കുഴപ്പത്തിലാണ് പോലീസ്. ഇവർക്ക് സ്വർണവും പണവും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷിക്കണം. പിടിയിലാകുമ്പോൾ നെടുമങ്ങാടിന് സമീപത്തെ പഞ്ചായത്തംഗം, കോട്ടയം സ്വദേശി, തിരുമല സ്വദേശി എന്നിവർക്കും വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു. വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിലെ നമ്പറുകളിലേക്കാണ് അമ്മയെന്ന പേരിൽ വിളിക്കുന്നത്. രേഷ്മയാണോ മറ്റാരെങ്കിലും ആണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വനിതാ ജയിലിൽ റിമാൻഡിലുള്ള രേഷ്മയെ കസ്റ്റഡിയിൽ വാങ്ങിയും കൂടുതൽ ചോദ്യം ചെയ്യും. ഇതിനായി കോടതിയിൽ അപേക്ഷ നൽകുമെന്നും ആര്യനാട് SHO VS അജീഷ് പറഞ്ഞു.